ഇന്ന് പതിവ് പോലെ തന്നെ ധന്യമയ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങളോ പുരാണ കഥകളോ ഒക്കെ പറയും. ആ പുരാണ കഥകൾ ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ആലോചിക്കുമ്പോഴാണ് അത് വലിയ അമൃതമായിട്ട് നമുക്ക് മനസ്സിലാവുക. നാം ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായതാണ് ഇവിടുത്തെ ഈ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ. അതിൽ സംശയമില്ല. നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായതാ. കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ കുട്ടിക്ക് കിടക്കാനുള്ള കട്ടിലുണ്ടാക്കി, കുട്ടിക്ക് കൊടുക്കാനുള്ള ആഹാരം ഉണ്ടാക്കി. കുട്ടി പ്രസവിച്ചിട്ടില്ല. ഇവിടെ മനുഷ്യരാശി തന്നെ ജനിക്കുന്നതിന് മുമ്പേ, മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ എത്രയോ കോടി കൊല്ലം മുമ്പേ കൂറകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കൂറകളെയാണ് മുഴുവൻ ഇപ്പോൾ കൊല്ലാൻ നോക്കുന്നത്. കൊല്ലണമെന്നോ കൊല്ലണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠനാണ് ഈ പഞ്ചഭൂതങ്ങൾ. ശരിയാണ്, ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പേ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായതാണല്ലോ ജ്യേഷ്ഠൻ. അപ്പൊ ഇവിടെ കാണുന്ന വൃക്ഷങ്ങള്, പ്ലാവ്, മാവ് തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ, തെങ്ങ്, ഇതൊക്കെ നമ്മുടെ ജ്യേഷ്ഠനാണ് എന്ന് നാം അറിയുന്നില്ല. എവിടെ പഠിക്കാറുണ്ട്? ഏതെങ്കിലും പള്ളിക്കൂടത്തിലുണ്ടോ ഈ കാണുന്നതൊക്കെ ജ്യേഷ്ഠൻ എന്ന്? ഇല്ല. ശരിക്കും ജ്യേഷ്ഠനാണ്. മഹാഭാരതത്തിലെ കർണൻ പ്രതിദാനം ചെയ്യുന്നത് ഏട്ടനാണ് എന്ന് അനുജന്മാർക്ക് മനസ്സിലാവാത്ത ജ്യേഷ്ഠനാണ്. ഈ പാണ്ഡവന്മാർ 5 ആളുടെ ഏട്ടനാ. 5 ആൾക്ക് ഇവരറിയില്ല. ഏട്ടനാണുള്ള വിവരം. കർണൻ കഴിഞ്ഞിപ്പോ മൂത്താളാരാ? നമ്മള് ധർമ്മപുത്രൻ എന്നാ പറയാ. ധർമ്മപുത്രർ കർണന്റെ അനുജനല്ലേ? നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഈ ധർമ്മപുത്രരെ കുറിച്ചും ഭീമസേനെ കുറിച്ചും അല്ലാതെ കർണൻ എന്തിനെയാണ് ഇപ്പൊ പ്രതിദാനം ചെയ്യുന്നത്? നമ്മുടെ അന്നമയ കോശം ധർമ്മപുത്രർ 5 കോശങ്ങളെ കൃത്യമായിട്ട് അനാട്ടമി പഠിച്ചവർക്കും ഭാരതം കറക്റ്റാണ്. കർണനെ ഇവർക്ക് മനസ്സിലായില്ല. കർണൻ എല്ലാം നമുക്ക് തരുന്നു. അതാണ് ദാനം ചെയ്യുന്ന കാര്യത്തിൽ 1-ാം സ്ഥാനം. ഏത് കാര്യത്തിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. നമുക്കെല്ലാം തരുന്നു. അതുകൊണ്ട് നാം ഇവരെ തരുക്കൾ എന്ന് വിളിച്ചു. തരുക്കൾ. ഇത്ര മഹാനായ കർണൻ ദാനം എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ആളാണല്ലോ. ഇപ്പൊ ഇത് പറയണത് ആ എന്തും കൊടുക്കുന്ന ദാനത്തിന്റെ മാക്സിമം ആയിട്ടുള്ള ആള് നമുക്ക് ആ തരുമ്പോ ആ ആൾക്ക് വരെ ചെറിയ ചില അബദ്ധം പറ്റിയത് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ അബദ്ധമാണ്. കർണനെ കുറ്റപ്പെടുത്തുകയല്ല, മഹാനാണ്. കർണന് വരെ ഇങ്ങനെ അബദ്ധം പറ്റിയാൽ നമുക്ക് എത്ര അബദ്ധം പറ്റുന്നുണ്ടാവും? നമ്മൾ ആലോചിക്കണ്ടേ? കർണൻ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി നിന്ന് കരയുന്നു. എന്താന്ന് വെച്ചു. പാല് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകണ ഏതോ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന കുട്ടിയാ. കല്ല് തട്ടി വീണു. കല്ല് തട്ടി വീണിട്ട് ഇപ്പൊ പാല് പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? അവിടെ പോയാൽ തല്ല് കിട്ടും, ചീത്ത വെക്കും. സാരമില്ല എന്നുള്ളു. അങ്ങനെ ആ മണ്ണ് അവിടുന്ന് എടുത്തു. അതിശക്തനായ കർണൻ കൈകൊണ്ട് അതങ്ങോട്ട് പിഴിഞ്ഞു. മുഴുവൻ പാല് അതിൽ കിട്ടി. എവിടേക്കും പാല് പോവില്ല. ആ പിഴിഞ്ഞാല് പിന്നെ മണ്ണിന്റെ അംശമൊന്നും ഉണ്ടാവില്ല. പിഴിയേണ്ട മാതിരി പിഴിയണേ.
ഒരു യന്ത്രത്തിനും ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പോലും പറ്റാത്ത രീതിയിലുള്ള പിഴിയലാണ്. ഇത്ര പാലല്ലേ കൊണ്ടുപോയിരുന്നുള്ളൂ? കുട്ടി പറഞ്ഞു അതെ കൊണ്ടുപോയിക്കോളൂ. ആ കുട്ടി ചിരിച്ചു, സന്തോഷായി. കർണന്റെ കഴിവ് ആലോചിക്കണം. വേറൊരു സമയത്ത് ഒരു വൃദ്ധൻ വഴിയിൽ വന്നിട്ട് ബുദ്ധിമുട്ടി കരയണു. എന്താന്ന് ചോദിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. ഈ വെളിച്ചെണ്ണ വളരെ കോസ്റ്റ്ലിയാണ് കേട്ടോ. അത് ആലോചിക്കണം. ഇപ്പൊ വെളിച്ചെണ്ണ പോലെ വില ഒന്നിനുമില്ല. ഏതോ ഹോട്ടലിൽ നിന്ന് വട ചോദിച്ചപ്പോ വട ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സ്ഥിതിക്ക് വട ഉണ്ടാക്കിയാൽ മുതലാവില്ല. അങ്ങനെ ഈ വെളിച്ചെണ്ണ കർണന് ഒരു പരിഭ്രമവുമില്ല. ഞാൻ ശരിയാക്കി തരാമെന്ന് മണ്ണെടുത്തു, കൈ കൊണ്ട് പിഴിഞ്ഞു. വെളിച്ചെണ്ണയല്ലേ? അതെ. മായം ചേർത്ത മാതിരി തോന്നുമോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. മുഴുവൻ വെളിച്ചെണ്ണയിലില്ലേ? മുഴുവൻ വെളിച്ചെണ്ണയും കിട്ടി, പോയി. ഇങ്ങനെ നന്മകൾ ചെയ്തു. കർണന് പറ്റിയ അബദ്ധമാണ്. ആ അബദ്ധം നമുക്ക് പറ്റരുത്. ജീവിതാന്ത്യത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ കർണന് ചില ഗുരുത്തക്കേട് ഉണ്ട്. ഗുരുവിന്റെ അടുത്ത് ആരാണെന്നുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പഠിക്കാൻ ചെന്ന കഥകളൊക്കെ ഉണ്ട്. ഇത്തരം കഥയൊക്കെയാണ് പലരും എടുക്കുന്നത്. ഞാനൊരു സീരിയലിന് ഈ വിഷയം എടുത്തത്. ആ കർണന്റെ കഥയാന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. വളരെ നിത്യജീവിതത്തിലൊരു കാര്യം പത്തനംതിട്ടയിലോ കടലുണ്ടിയിലോ നടക്കുന്ന പോലെ ആക്കുമ്പോ ഒക്കെ ഈ പുരാണ കഥകളെന്നാണ് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞ കഥ തന്നെയാണ്. എന്നിട്ട് അതിനെ പരിഹസിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. അവസാന യുദ്ധത്തിൽ കർണന് ചെറിയൊരു ഗുരുത്തക്കേട് പറ്റി. രഥചക്രം ഭൂമിയിൽ അങ്ങോട്ട് പൂണ്ടുപോയി. പൊന്തിച്ച കിട്ടുന്നില്ല. എത്ര നേരം പൊന്തിച്ചു, കിട്ടുന്നില്ല. ആ സമയത്ത് കർണനെ കൊന്നേ ശരിയാവുള്ളൂ. യുദ്ധം ചെയ്യുന്ന എന്തിനാ? പ്രതിയോഗിയെ കൊല്ലണം. കർണനും അർജുനനും കൂടി ചേരില്ല. അർജുനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർജവമുള്ളവൻ നമ്മുടെ മനസ്സ്. മനസ്സിന്റെ ക്യാരക്ടർ മറ്റൊന്നാണ്. മനസ്സ് ഇതായിട്ട് ചേരില്ല. അങ്ങനെയൊക്കെ പിന്നെ ജീവിക്കാൻ പറ്റുമോ? ഇത് മൂത്ത ജ്യേഷ്ഠനാണ് മാവിന്റെ മാങ്ങ ഉണ്ടാക്കി തന്നെന്ന് വിചാരിച്ചിട്ട് മാങ്ങ തിന്നാൻ ഞാൻ പറ്റുമോ? ചക്ക തിന്നാതെ പറ്റുമോ? അമ്മയ്ക്ക് രണ്ടുപേരിൽ ഒരു മകനെ ഉണ്ടാവുള്ളൂ എന്ന് അർജുനൻ പറഞ്ഞതിന്റെ രഹസ്യം വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നിവൃത്തിയില്ലാതെ വരുമ്പോ ഭൂമിദേവിയെ വിളിച്ചു, എന്നെ രക്ഷിക്കണം. ഭൂമിദേവി വിചാരിച്ച ഒരു സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റും. ഭൂമിദേവി പറഞ്ഞു, പിന്നെ പണ്ട് പാല് എടുക്കാനായിട്ടും മണ്ണെടുത്ത് പിഴിഞ്ഞില്ലേ, എനിക്ക് കലശലായി വേദനിച്ചു. ഞാൻ നിലവിളിച്ചു. സന്തോഷത്തിന്റെ നിമിഷങ്ങളായതുകൊണ്ട് നീ അത് കേട്ടതേ ഇല്ല എന്റെ നിലവിളി. വേറൊരിക്കൽ വെളിച്ചെണ്ണ പോയ സമയത്ത് മണ്ണെടുത്തു പിഴിഞ്ഞു. ശക്തമായിട്ട് പിഴിഞ്ഞല്ലോ. നമ്മൾ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലൊന്നും കിട്ടുമൊന്നുമില്ല. 100% വെളിച്ചെണ്ണ കിട്ടിയത് അത്ര ശക്തമായി പിഴിഞ്ഞപ്പോ എനിക്ക് വേദനിച്ചു. ഞാൻ കരഞ്ഞു. കേട്ടോ? ഇല്ല. സക്സസ് വരുമ്പോ ഒരാളുടെ കരച്ചിൽ നമ്മൾ കേൾക്കില്ല. കുറെയൊക്കെ അങ്ങനെ ഉണ്ടാവുന്നത്. നമുക്ക് വിജയം ഉണ്ടാകുമ്പോ നമുക്ക് തോന്നില്ല. ഭൂമിദേവി പറഞ്ഞു, എന്നെ സഹായിക്കാൻ സൗകര്യമില്ല. ഒരു വരി പറഞ്ഞോ, സോറി ഇട്ടോ, പ്രശ്നം കഴിഞ്ഞു. ഭൂമിദേവിയുടെ നിലവിളി കേട്ടു, അമ്മയെ അബദ്ധം പറ്റി, സോറി ഇട്ടോ, പറഞ്ഞോ,
ഇല്ല. അതുകൊണ്ട് ഞാൻ സഹായിക്കില്ല. ഭൂമിദേവി സഹായിച്ചില്ല. കർണന്റെ അന്ത്യം അതിലായിരുന്നു. ഇത് നമുക്ക് തരുന്നൊരു ഗുണപാഠം. സോറി കേട്ടോ, അബദ്ധം പറ്റി, നമ്മൾ പറയാത്ത സംഭവങ്ങളില്ലേ. ഒരാള് എന്നോട് സോറി കേട്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പൊറുക്കുമായിരുന്നു. പക്ഷെ അയാളതൊന്നും പറഞ്ഞില്ല. 40 കൊല്ലത്തിന് ശേഷം അയാൾക്ക് എന്നെ ആവശ്യം വന്നു. ഫോണിലൂടെ വന്നു പറഞ്ഞു, പിന്നെ 40 കൊല്ലമായിട്ട് എന്നോട് ദേഷ്യം ഉള്ളിൽ സൂക്ഷിക്കുകയാണല്ലേ. ദേഷ്യത്തിന്റെ അംശം സൂക്ഷിക്കുന്നുണ്ടാവുകൊണ്ടാണല്ലോ ഓർമ്മ വന്നത്. ഒരൊറ്റ വരി മതി, സാർ പറ്റിപ്പോയി, അബദ്ധം പറ്റി. നമ്മൾ പറയില്ല. ഈ 2 കാര്യവും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ്. എല്ലാവരുടെ ജീവിതത്തിലും ഇത് കേൾക്കുന്നവരൊക്കെ. ഞാനിത് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ പ്രിയമിത്രം, ആത്മമിത്രം എന്ന് വേണമെങ്കിൽ പറയാം, സജിത്ത് എന്നുള്ള കഥാകാരൻ ഓണായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാനത് പറയാൻ തുടങ്ങുകയാണ്. എനിക്ക് മുണ്ടും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊരു 2 തവണ നന്ദി പറഞ്ഞിട്ടാണ് പിന്നെ വാക്കുകൾ തുറന്നത്. അത് പിന്നേക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. എത്ര കണ്ടാന്നല്ല, അത് നന്ദി പറയണം. അതുപോലെ ക്ഷമിക്കുക എന്നൊരു വാക്ക് നമുക്ക് പറയാൻ എന്തൊരു മടിയാണ്. എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. അബദ്ധം പറ്റി, എന്നിട്ട് അതിന്റെ ന്യായീകരണം ഇത്രയൊക്കെ വിളിച്ച് പറയണതിന് പകരം ക്ഷമിക്കണം കേട്ടോ, അച്ഛാ ക്ഷമിക്കണേ, അച്ഛൻ എത്ര സന്തോഷാവും. അമ്മ അബദ്ധം പറ്റിയിട്ടോ, ക്ഷമിക്കണം, എത്ര നന്ദി. ആ ക്ഷമിക്കണം എന്നുള്ള വാക്കങ്ങോട്ട് പറയാൻ മടി. ഭൂമിദേവി പറഞ്ഞെന്താ, കാരണം നീ വളരെ സേവനവും നന്മയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അയ്യോ അമ്മയ്ക്ക് വേദനിച്ചോ, ക്ഷമിക്കണം കേട്ടോ അമ്മ. അമ്മ ക്ഷമിക്കും. ഈ ഭൂമിയോട് ഇത്രയും ക്രൂരത നമ്മൾ കാണിക്കുമ്പോൾ യാതൊരു കാരുണ്യവും നമുക്കില്ലല്ലോ. പശുവിന്റെ പാല് കുടിക്കും, അതിന്റെ മാംസവും തിന്നും, അതിന്റെ മാംസം കൊണ്ട് കുഴിമന്തി ഉണ്ടാക്കിയതിനു ശേഷം അതും കഴിച്ചിട്ട് ഈ പാലും അതിൽ ഒഴിക്കും. കൊല്ലണേന് മുമ്പ് കറന്ന പാലാണ്. ഒരു നിമിഷം ചിന്തിക്കാറുണ്ടോ? പഞ്ചഭൂതങ്ങൾ നമ്മളായിട്ട് സഹകരിക്കാൻ, ചേരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇന്നൊരാൾ പറഞ്ഞു, മഴ ഇല്ലാത്ത സമയത്ത് അയാളുടെ വർത്തമാനത്തിൽ നിന്ന് മഴ ഉണ്ടാക്കി എന്നയാള്. ഞാൻ ഇങ്ങനെ അപേക്ഷിച്ചേ കൊണ്ടാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ മഴ പെയ്തു. പഞ്ചഭൂതങ്ങൾ നമ്മളെ സഹായിക്കും. ഈ സഹായത്തിന് കർണൻ തെറ്റ് ചെയ്തു എന്നല്ല അവിടെ കാര്യം, അവർക്ക് വരെ അബദ്ധം പറ്റി എന്ന് നമ്മൾ കഥ പറഞ്ഞുണ്ടാക്കുന്നത്. ചിലപ്പോൾ ഈ കഥ എവിടെ ഉണ്ടാവില്ല, പറഞ്ഞുണ്ടാക്കുന്നത് നമുക്ക് ചില ഗുണപാഠങ്ങൾ കിട്ടാനാണ് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.